നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇന്ത്യൻ ജനതയോടെ ഇങ്ങനെ ആഹ്വാനം ചെയ്ത ധീര ദേശാഭിമാനി. അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാ. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം. 1897. ഇന്നത്തെ ഒറീസയിലെ കട്ടക്കിൽ 1897 ജനുവരി 23-നാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ആ സമയത്ത് കട്ടക്ക് ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 125ാം ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത്. കട്ടക്കിൽ നേതാജിയുടെ ഒരു മ്യൂസിയം സംരക്ഷിച്ചിട്ടുണ്ട്. നേതാജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? ജാനകിനാഥ് ബോസ്, പ്രഭാവതി. അച്ഛൻ ഒരു പ്രശസ്ത വക്കീലായിരുന്നു. ഇവരുടെ 6ാമത്തെ മകനായിട്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. എത്ര തവണ നേതാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? 2 തവണ. നേതാജി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. ബ്രിട്ടീഷ് അധികാരികൾ എത്ര തവണയാണ് നേതാജിയെ ജയിലിലടച്ചിട്ടുള്ളത്? 11 തവണ. ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സേനാ ഘടകത്തിന്റെ പേര്? ഇന്ത്യൻ ലീജിയൺ. ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിലെ ഭാരതീയരെയും ഉത്തരാഫ്രിക്കയിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ സൈനികരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത് രൂപീകരിച്ചത്. ഏകദേശം 4500 സൈനികർ ഇന്ത്യൻ ലീജിയണിൽ ഉണ്ടായിരുന്നു. നേതാജി സ്വതന്ത്ര ഭാരത കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ? ബെർലിനിൽ. ആസാദ് ഹിന്ദ് റേഡിയോ വഴി ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷേപണങ്ങൾ നടത്തുക, ആസാദ് ഹിന്ദ് ദിനപത്രം വിവിധ ഭാഷകളിൽ അച്ചടിച്ച് വിതരണം ചെയ്യുക, ജർമ്മൻ അധിനിവേശ പ്രദേശങ്ങളിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുക, ഇന്ത്യൻ ലീജിയൺ എന്ന ഇന്ത്യൻ ദേശീയ സേനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക എന്നിവയായിരുന്നു ഫ്രീ ഇന്ത്യ സെന്ററിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ജനഗണമന ദേശീയ ഗാനമായി ആദ്യമായി അംഗീകരിച്ചത് സ്വതന്ത്ര ഭാരത കേന്ദ്രമായിരുന്നു. ജർമ്മനിയിൽ നിന്ന് നേതാജി ജപ്പാനിലേക്ക് പോകാൻ ഉപയോഗിച്ച അന്തർവാഹിനി ഏത്? U-150. അൻഡമാൻ ദ്വീപിന് നേതാജി നൽകിയ നാമം എന്തായിരുന്നു? ഷഹീദ് ദ്വീപ്. നിക്കോബാർ ദ്വീപിന് സ്വരാജ് ദ്വീപ് എന്നാണ് നേതാജി പേരിട്ടത്. താൽക്കാലിക സ്വതന്ത്ര ഭാരത ഗവൺമെന്റിന് വേണ്ടി രൂപവൽക്കരിക്കപ്പെട്ട ബാങ്ക് ഏതായിരുന്നു? ആസാദ് ഹിന്ദ് ദേശീയ ബാങ്ക്. താൽക്കാലിക സ്വതന്ത്ര ഭാരത ഗവൺമെന്റിന് വേണ്ടി ഇവിടെ നിന്ന് കറൻസി നോട്ടുകൾ അച്ചടിച്ചിരുന്നു. മരണാനന്തര ബഹുമതിയായി നേതാജിക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ച വർഷം ഏത്? 1991. എന്നാൽ ബോസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഇത് പാടില്ല എന്ന് കോടതിയിൽ പരാതി വന്നതിനാൽ ഗവൺമെന്റ് പുരസ്കാരം പിൻവലിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആര്? ചിത്തരഞ്ജൻ ദാസ്. ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്നത് CR ദാസ് എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിളിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 1939 കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് ആരെയാണ്? പട്ടാഭി സീതാരാമയ്യ.
ഇന്ത്യയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെട്ടത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ദേശ് നായക് എന്ന് നേതാജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജർമ്മനിയിലായിരുന്നപ്പോൾ നേതാജി സ്വീകരിച്ച ഒളിപ്പേര് എന്തായിരുന്നു? ഓർലാൻഡോ മസാട്ടോ. നേതാജിയുടെ അപൂർണമായ ആത്മകഥയുടെ പേര് എന്താണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിം. ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ ജപ്പാൻ പ്രധാനമന്ത്രി ആര്? ടോജോ. ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് INA-യുടെ നേതൃത്വം ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസിൽ നിന്ന്. മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും കൂടി 1942 രൂപീകരിച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് INA-യുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത്. INA-യിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗത്തിന്റെ പേരെന്താണ്? ഝാൻസി റാണി റെജിമെന്റ്. നേതൃത്വമേറ്റെടുത്ത മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. നേതാജിയുടെ മകളുടെ പേര് എന്ത്? അനിത ബോസ്. ജർമ്മനിയിൽ വെച്ചായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത്. എമിലി ശങ്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സഖി. INA ജവാന്മാരെ വിചാരണ ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്.